ഭാരതത്തിന്റെ ഊർജ മേഖലയിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാധാരണയായി നമ്മുടെ പാചകവാതക ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. എന്നാൽ നിലവിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ധന വിതരണത്തെ ബാധിക്കുമോ എന്നൊരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമോസ് കടലിടുക്കിൽ സംഘർഷം മുറുകുന്നത് ഭാരതം പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭാരതത്തിന് സഹായാസ്തവുമായി എത്തിയിരിക്കുകയാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന. ഏകദേശം 20,000 കിലോമീറ്ററിലധികം ദൂരം സമുദ്രത്തിലൂടെ സഞ്ചരിച്ചാണ് അർജന്റീനയിൽ നിന്നുള്ള ഈ വലിയ സഹായം ഭാരത തീരത്ത് എത്തിയിരിക്കുന്നത്. 50,000 ടൺ LPG വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ കപ്പൽ ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് അടുപ്പിച്ചു കഴിഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അർജന്റീനയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തത് 22,000 ടൺ മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ അത് ഇരട്ടിയിലധികമായി വർദ്ധിക്കാൻ നമുക്ക് സാധിച്ചു. അർജന്റീനയിലെ ബഹിയ ബാങ്ക തുറമുഖത്ത് നിന്നാണ് ഈ ഇന്ധനം ഭാരതത്തിലേക്ക് പുറപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഭാരതം എപ്പോഴും ശ്രമിക്കുന്നത് ഊർജ ആവശ്യങ്ങൾക്കായി ഒരു പ്രത്യേക മേഖലയെ മാത്രം ആശ്രയിക്കാതിരിക്കാനാണ്. ഇതിനെയാണ് എനർജി ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തടസ്സങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടായാൽ ഭാരതത്തിലെ സാധാരണക്കാരുടെ അടുക്കളയിൽ തീ പുകയ്ക്കാത്ത അവസ്ഥ ഉണ്ടാക്കരുത് എന്ന ദീർഘവീക്ഷണമാണ് ഇതിന് പിന്നിൽ. അർജന്റീനയുമായുള്ള ഈ പുതിയ വാണിജ്യ ബന്ധം വഴി ദൂരെ കൂടുതൽ ഉണ്ടെങ്കിലും സുരക്ഷിതമായ ഒരു ഇന്ധന സ്രോതസ് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഈ വാർത്ത നൽകുന്ന മറ്റൊരു സൂചന ഭാരതത്തിന്റെ ആഗോള തരത്തിലുള്ള സ്വാധീനമാണ്. ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു രാജ്യം ഇത്രയധികം ദൂരം താണ്ടി നമുക്ക് ഇന്ധനം എത്തിച്ചു നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളുടെ വിജയമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ LPG അർജന്റീനയിൽ നിന്നും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ആഭ്യന്തര വിപണിയിൽ പാചകവാതകത്തിന്റെ വില നിയന്ത്രിക്കാനും ക്ഷാമമില്ലാത്ത വിതരണം ഉറപ്പാക്കാനും വലിയ രീതിയിൽ സഹായിക്കും. ചുരുക്കത്തിൽ ഗൾഫിലെ യുദ്ധമേഖലയ്ക്കിടയിലും ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് അർജന്റീന നൽകുന്ന ഈ പിന്തുണ വലിയൊരു ആശ്വാസമാണ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.